പലരും ചോദിക്കുന്നത് എന്താണ് സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യം. ഏറ്റവും ഒടുവിൽ പുറത്തുവന്നൊരു വാർത്ത ഇതാണ്. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച അവധിയായിരിക്കും എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നു. അവിടെ അതിതീവ്ര മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് അവിടെ റെഡ് അലേർട്ടാണ്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് മെയ് 29 വ്യാഴാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. ഇനിയിപ്പോൾ എന്താണ് സംസ്ഥാനത്തെ മറ്റിടങ്ങളിലെ ഇപ്പോഴത്തെ മഴ സാഹചര്യം എന്നുകൂടി നോക്കാം. അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ പ്രവചനം. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറും. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. നേരത്തെ സൂചിപ്പിച്ച കാര്യം കൂടിയാണ്. മേഘന മുരളി വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നു. മേഘന, ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോഴത്തെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്? അത്തരത്തിൽ വിവരങ്ങളുണ്ടോ? മഴക്കെടുതികളെക്കുറിച്ച് ലഭിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ മഴ ഒന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ സംസ്ഥാനത്തുടനീളം ഇടവിട്ട് ശക്തമായ മഴ തന്നെ പെയ്യുന്നുണ്ട്. അതിൽ ഈ മലയോര തീരദേശ മേഖലകളിലടക്കം അത് വ്യാപകമായ നാശനഷ്ടങ്ങൾക്കുമൊക്കെ ഇടവരുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആദ്യം എടുത്തു പറയേണ്ടത്. കാരണം ഒരു 2 ദിവസം മഴ പെയ്യുമ്പോൾ തന്നെ വലിയ കനത്ത നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഈ സംസ്ഥാനത്തുടനീളം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന ഒരു മഴ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഇന്ന് 2 ജില്ലകളിലാണ് റെഡ് അലേർട്ട് തുടരുക. അതായത് കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് റെഡ് അലേർട്ട്. അതുപോലെ തന്നെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരും. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുമെന്നുള്ളതാണ്. ബാക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. അതുപോലെ തന്നെ നാളെ സംസ്ഥാനത്തുടനീളം വ്യാപകമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിൽ നാളെ 4 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് ഉള്ളത്. അതുപോലെ തന്നെ ബാക്കി എല്ലാ ജില്ലകളിലും നാളെ അതിശക്തമായ മഴ പെയ്യും. ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു മഴ മുന്നറിയിപ്പ് നൽകുന്നത്. അതിന് കാരണമായി പറയുന്നതും ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ഇന്നലെ തന്നെ ഒരു ന്യൂനമർദ്ദം ഒഡീഷ തീരത്തോട് ചേർന്ന് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് നാളത്തോടുകൂടി 24 മണിക്കൂറിനുള്ളിൽ തന്നെ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറും. അതുപോലെ തന്നെ കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റിന് ശക്തി വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത 5 ദിവസം മഴ വ്യാപകമാകും, ശക്തി വർദ്ധിക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകൾ കോഴിക്കോടും വയനാടും അടക്കമുള്ള ജില്ലകളിൽ ഇന്ന് 3:30 കവചം സംവിധാനത്തിന്റെ ഭാഗമായി ഒരു സൈറൺ മുഴക്കും. അതുപോലെ തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന 8 ജില്ലകളിൽ ഇന്ന് 4 മണിക്കും കവചം സംവിധാനത്തിന്റെ ഭാഗമായി ഒരു മുന്നറിയിപ്പ് സൈറണും മുഴങ്ങും. അത് ജാഗ്രതാ നിർദ്ദേശമാണ്. അത് എത്രത്തോളം ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നതാണ്. അങ്ങനെ സംസ്ഥാനമുടനീളം ക്യാമ്പുകളടക്കം സജ്ജീകരിച്ചുകൊണ്ട് ഈ മഴക്കാലത്തെയും പെരുമഴ പെയ്ത്തിനെയും ശക്തമായ മഴയും നേരിടാൻ തയ്യാറാണ്. എല്ലാവരും ജാഗ്രത പാലിക്കണം, അപകട മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് ഇപ്പോൾ മുന്നറിയിപ്പായി വരികയും ചെയ്യുന്നത്. മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മേഘന റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ മഴയില്ല, അവിടെ നല്ല വെയിലുണ്ട് എന്ന് ആ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ മറ്റ് ജില്ലകളിൽ ശക്തമായ മഴയുണ്ട്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലാണ് മഴ കനത്ത് പെയ്യുന്നത്.